10 കൊല്ലം കേരളിന്റെ ഒരു നാടകം നമ്മൾ കണ്ടതല്ലേ. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ. നോക്കൂ, ഞാൻ കൃത്യമായി പറയുന്നത്, ഇത് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാണ്, BJP NDAന്റെ കാഴ്ചപ്പാടാണ്. വിഴിഞ്ഞം പോർട്ട് വന്ന ശേഷം കേരളത്തിന് കുറെ സാധ്യതകളുണ്ട്. ഹിന്റർലാൻഡ് കണക്ടിവിറ്റിയും കേരളത്തിന് ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കാനും ലോജിസ്റ്റിക് ഹബ്ബാക്കാൻ കുറെ സാധ്യതകളുണ്ട്. ആ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ 2 കാര്യങ്ങൾ എക്സ്പാൻഡ് ആവും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അത് ഒന്ന് ഹൈവേയും, രണ്ടാമത്തത് റെയിൽ, അഡീഷണൽ റെയിൽ കപ്പാസിറ്റി. അത് RRTS ആണോ മറ്റൊരു പേരാണോ അത് നമ്മൾ വരുന്ന കാലത്തിൽ തീരുമാനിക്കും. പക്ഷെ അത് കേരളല്ല, അത് കേരള നടക്കില്ല എന്ന് CPM സമ്മതിച്ചു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതല്ലേ, അത് ഞാൻ അതല്ലേ പറഞ്ഞു. ഈ 10 കൊല്ലം എന്താണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയത്? നാടിനിപ്പോ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. ഇവിടെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ, ഇക്കണോമിക് മാനേജ്മെന്റിൽ മാറ്റം വന്നില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. 92% നമ്മൾ പലിശയും കടവും പെൻഷന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ് കാശ് എവിടുന്ന? പുതിയ തലമുറയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഒരു സർക്കാരാണെങ്കിൽ, സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇന്നും വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ഇക്കണോമിക് സ്ട്രാറ്റജി ഉണ്ടാവണം. അതിനുവേണ്ടി കാശ് എവിടുന്ന് വരും? ഇതെല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യേണ്ടതല്ലേ? ഒരു സർക്കാരിന്റെ കടമയല്ലേ അത്? അതൊന്നും ചെയ്യാണ്ട് ഒരു കംപ്ലീറ്റ് ഫ്ലോപ്പ് ഒരു പോൺജി സ്കീം കൊണ്ടുവന്ന് ഇപ്പൊ ചോദിക്കുമ്പോൾ ആൾക്കാർ, സാധാരണക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എൻ്റെ ക്ഷേമ പദ്ധതി, എൻ്റെ പെൻഷൻ 5 മാസം ഡിലേ ആവുന്നു ചോദിക്കുന്നുണ്ടല്ലോ. സാധാരണ ജീവനക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, എൻ്റെ സാലറി എന്താണ് 5 മാസം 3 മാസം കഴിഞ്ഞിട്ട് എത്തുന്നത് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ്. ഇത് ചോദിച്ച ചോദ്യം 100% കറക്റ്റാണ്. നമുക്ക് വികസനം വേണമെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ആന്റി ഇൻവെസ്റ്റ്മെന്റ് ഐഡിയോളജി, ആന്റി ഓൺട്രപ്രണർ ഐഡിയോളജി നമ്മളെ ബാധിക്കും. ഇതിനെ മാറ്റിയേ പറ്റൂ. അതുകൊണ്ടാണ് BJP NDAക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഇത് കോൺഗ്രസിനും ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന് നല്ല ഒരു എക്കോണമിക് കൊടുത്തതാണ് 23-ല് കർണാടകയിൽ. അവരെന്താണ് ചെയ്യുന്നത് അവിടെ? 10 കൊല്ലം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ ഇന്ത്യനെ? എന്ത് ചെയ്തു? അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ക്വാളിഫിക്കേഷനാണ്. ഇക്കണോമിക് മാനേജ്മെന്റ് ദുർബലമായ ഇക്കോണമിയെ മാറ്റി ശക്തമായ ഇക്കോണമി ആക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അത് നരേന്ദ്രമോദിജി കാണിച്ചു തന്നതാണ് കഴിഞ്ഞ 11 കൊല്ലം. അതിന് സംസ്ഥാന സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്ത് ഏകദേശം 6000 കോടിയോളം രൂപ നൽകേണ്ടി വന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് BGF മാത്രമാണ് നൽകിയിരുന്നത്. പക്ഷേ BGF അടിസ്ഥാനത്തിൽ തിരിച്ചടക്കുന്ന കരാറായിട്ടാണ് ഉണ്ടാക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു വികസന സംസ്ഥാനം കൊണ്ടുവരുന്നവർ കൂടെ കേരളം നിർത്തുന്നില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ. അല്ല, വിഴിഞ്ഞത്തിൽ കാശ് കൊടുത്തല്ലോ കേന്ദ്ര സർക്കാർ. നാഷണൽ ഹൈവേ എത്ര ലക്ഷം കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അല്ല, നോക്കൂ, ഒരു മിനിറ്റ്. ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങളെ സേവിക്കാൻ ആരാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം? സംസ്ഥാന സർക്കാരിന്റെ അല്ലേ? അല്ല, ഞാൻ ഉത്തരം തരട്ടെ. അല്ല, നോക്കൂ, നിങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ മിസ്മാനേജ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾ മിസ്മാനേജ് ചെയ്തോളൂ, ഞങ്ങൾ കാശ് തരാം. അങ്ങനെ ഒരു ഉത്തരവാദിത്വമോ ഒരു കടമ എവിടെ എഴുതിയിട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റ് നിങ്ങളെ സഹായിക്കും, പിന്തുണ തരും. അത് നരേന്ദ്രമോദിജി എത്രയോ സംസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് സർക്കാർ. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ഇക്കോണമിയെ തകർത്ത് വെച്ച ഒരു സ്ഥിതിയല്ലേ. ഇവിടെ ആർക്കെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഇന്ന് ധൈര്യമുണ്ടോ? കഴിഞ്ഞ 10 കൊല്ലം നടന്നില്ലല്ലോ. എന്തുകൊണ്ട് നടന്നില്ല? ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ, ഞാൻ ബഹുമാനത്തോട് എല്ലാവരും പറയാം, ഞാൻ വലിയൊരു പണ്ഡിറ്റല്ല, ഞാൻ എന്നും പറയാം, സാമാന്യ ബുദ്ധി. നിക്ഷേപം വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവുക?
ഇക്കണോമിക് ആക്ടിവിറ്റി വഴിയല്ലേ തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിക്കുക. ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ചെയ്യില്ല. 92% ബഡ്ജറ്റിൻ്റെ റവന്യൂ പോകുന്നത് ഡെറ്റ് സർവീസും ക്ഷേമ പദ്ധതിക്കാണ്. പിന്നെ എങ്ങനെയാണ്? പിന്നെ VGF അങ്ങനെ സംസ്ഥാന സർക്കാരിന് അത്ര ഒരു കഴിവും ധൈര്യവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തിനാണ് VGF ചോദിക്കുന്നത്? വിഴിഞ്ഞം ആരെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നത് ഗുണം ആർക്കാണ്? കേരളത്തിനല്ലേ? കേരളത്തിൻ്റെ യുവാക്കൾക്കല്ലേ? കേരളത്തിൻ്റെ ബിസിനസ്സിനല്ലേ? അപ്പോൾ അവരല്ലേ അതിന് പിന്തുണ കൊടുക്കേണ്ടത് 100%? അത് ചെയ്യാണ്ട് സെൻട്രൽ ഗവൺമെൻറ് സഹായവും വേണം. പിന്നെ സഹായം തന്നതിന് അതിൻ്റെ സ്ട്രക്ചറും തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണോ? അതൊന്നും നടക്കില്ല. അത് നോക്ക്, ഇതെല്ലാം ഇതൊരു പ്രചരണമല്ലേ, ഇങ്ങനെ പറഞ്ഞു നടക്കട്ടെ. അതിങ്ങനെ ഈ ഇലക്ഷന് ജനങ്ങൾ തീരുമാനിക്കും. ഇത് 10 കൊല്ലം ഒരേ ഒരു സ്റ്റക്ക് റെക്കോർഡ് പോലെ ഇവിടുന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ സത്യം ഇപ്പം കാണിച്ചു തന്നല്ലോ, 22 ലക്ഷം കോടി എവിടെ പോയി? 10 കൊല്ലം 22 ലക്ഷം കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പേരിൽ. ഇന്ന് പിന്നെ എന്തിനാണ് തൊഴിലില്ലാത്ത ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മത്തെ സ്റ്റേറ്റ്? ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റിൽ? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണോ? പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുന്നത്? ഞാനതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഫാക്ട്സ്, വസ്തുത പറയുമ്പോൾ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. ഇതാണ് വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ്ഡ് കമ്മിറ്റ്മെന്റ്. പെൻഷൻ പ്ലസ് ഡെറ്റ് സർവീസ് 92%. പിന്നെ ബാക്കിയുള്ളത് എന്താ? 8%. പിന്നെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാൻ പോകുന്നത്? അതെൻ്റെ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണ കുറച്ചെല്ലാം പഠിച്ച ഒരാളാണ്. ഇതിലൊരു മാജിക് ഉണ്ടെങ്കിൽ ബാലഗോപാൽജി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിജി പറയാം. 10 കൊല്ലം നടന്നിട്ടില്ല, ഇനി 11ാമത്തെ കൊല്ലം നടക്കുകയാണെങ്കിൽ അതും നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ. അത് ഫാക്റ്റാണ്, വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. സെൻട്രലിൽ നിന്നുള്ള ട്രാൻസ്ഫർ 6.15% കണ്ട് ഗണ്യമായി കുറഞ്ഞ വർഷമായിരുന്നു. അതെല്ലാം സുപ്രീം കോടതിയിൽ പറയാൻ അവർക്ക് ഒരു അവസരം കിട്ടിയല്ലോ, അവിടെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? എന്തെങ്കിലും കിട്ടിയോ? ഇതെല്ലാം നോക്കൂ, CPM-ഉം കോൺഗ്രസ് തമ്മിൽ നല്ലൊരു അന്തർധാര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഞാൻ ടേബിൾ ചെയ്യുന്നു, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ രണ്ടാളും ഇരുന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിന് പരാതി പറയുന്നു. ഓക്കെ, പറയട്ടെ. പക്ഷെ സത്യം ഇതാണ്, വസ്തുത ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളെ പ്രേക്ഷകർ നിങ്ങൾ TV-യിലും ന്യൂസ് പേപ്പറെല്ലാം വായിച്ച് തീരുമാനിക്കട്ടെ. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എല്ലാം ഇവർ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇക്കോണമി അവർ ചെയ്യുന്നത്, ഇക്കണോമിക് മാനേജ്മെന്റ് 100% ഹോപ്പ്ലെസ് ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ എക്സ്ട്രീം പോവർട്ടിന്ന് അവർ കേന്ദ്ര പദ്ധതികൾ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, ചില പദ്ധതികൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പകുതി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി, അതിൻ്റെ ഓവർസൈറ്റ്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിനെ കുറിച്ച് എല്ലാം തെറ്റാണെന്നോ എല്ലാം ഇവിടെ നടക്കുന്നത് കൃത്യമായി ഫോൾസ് ആണെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇവര് വാഗ്ദാനം കൊടുത്തത് എന്താണ്? ഇലക്ഷൻ സമയത്ത് എല്ലാം ശരിയാവും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം, സാധാരണക്കാരനെ ബാധിക്കുന്നത് വിലക്കയറ്റം, മറ്റേ കുട്ടികൾ ബാധിക്കുന്നത് തൊഴിൽ. ഇത് രണ്ടിലും അവർ 0 out of 100 ആണ്. 0 out of 100 അല്ല, 0 out of 1000 ആണ്. അതിൽ പറയാൻ എനിക്ക് ഒരു മടിയില്ല, 100% കോൺഫിഡൻസ് ഉണ്ട്. ശരി, നമസ്കാരം. അത് നല്ല ചോദ്യം. ഇത് എനിക്ക് പൊളിക്കണം. താങ്ക് യു, ചോദിച്ചില്ല. താങ്ക് യു. നോക്ക്, അല്ല ഈ പ്രചരണത്തിന് പൊളിക്കണം. ഈ കടം വാങ്ങേണ്ടത് എന്തിനാണ്?
ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ആസറ്റ് ഉണ്ടാക്കി ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കടം വാങ്ങുന്നത്. സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങുന്നത് എന്തിനാണ്? അത് ഞാൻ ചോദിക്കുന്നു. 22 ലക്ഷം കോടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് അവർ സൃഷ്ടിച്ചത്? സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങിച്ചു, അവരെ കടം കൂടുതലായി. എവിടെയായിരുന്നു ഇന്ത്യൻ്റെ ഇക്കോണമി 2014? ദുർബലമായ 5ാമത്തെ ഇക്കോണമി. ഇന്ന് എവിടെയാണ്? ഏറ്റവും കൂടുതൽ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറിയ കൺട്രിയാണ്. കാരണം ആ കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കടം വാങ്ങിച്ചിട്ട് കീശയിലിടല്ല, സഖാമാർക്ക് പെൻഷൻ കൊടുക്കാനല്ല. അതാണ് വ്യത്യാസം. അല്ലല്ല, സഖാമാർക്ക് പെൻഷൻ, ഞാൻ പെൻഷൻ അല്ല പറഞ്ഞു. ആ അതെ. അപ്പോൾ അഴിമതി അതിനല്ല, കടം നാടിനെ നന്നാക്കാനും നാടിൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കടമാവണം. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, BJP NDA സർക്കാരിലുണ്ടെങ്കിൽ, അത് എവിടെ നോക്കിയാലും, UP യിലുണ്ടെങ്കിലും എവിടെ നോക്കിയാലും കടമെടുക്കും, നോ ഇഷ്യൂസ്. പക്ഷെ കടം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കുന്നു, ഹൈവേസ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം ഒന്ന് പറഞ്ഞോളൂ. ഈ 22 ലക്ഷം കോടി ചെലവാക്കി 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത്? ഒന്ന് പറയും. അല്ല, തൊഴിലും വിലക്കയറ്റം ഡിപ്പാർട്ട്മെന്റിൽ അവർ എന്ത് ചെയ്തു പറയൂ. ഒന്നും ചെയ്തിട്ടില്ല. കടം എടുക്കുന്നത് ഒരു തെറ്റൊന്നല്ല. കടം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ്, അതാണ് കഴിവ് അല്ലെങ്കിൽ കഴിവില്ലായ്മ. അതാണ് താല്പര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. ഇവരെ കടം വാങ്ങിച്ചിട്ട്, കർണാടകയിലും കടം വാങ്ങുന്നുണ്ടല്ലോ. കടം വാങ്ങിച്ചിട്ട് ആരുടെ കീശയിലാണ് പോകുന്നത്? DK ശിവകുമാറിന്റെ കീശയിലാണ് പോകുന്നത്. അതല്ല കടം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം, ജനങ്ങൾക്ക് തൊഴിൽ കൊണ്ടുവരണം, ജനങ്ങളുടെ വിലക്കയറ്റം പരിഹരിക്കണം. ഇതാണ് കടമെടുത്ത് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു കടമ. ഓക്കെ. അഭിമുഖത്തിനകത്ത് കേരളത്തിൽ ഫൈറ്റ് നടക്കാൻ പോകുന്നത് UDF ഉം BJP തമ്മിലാണ് പറയുന്നത്. മുരളീധരൻ പറയുന്നത് UDF-ഉം BJP CPM സഖ്യവും തമ്മിലാണ്. ഞാനേ 2 ജനങ്ങളോട് കമന്റ്സിൽ ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന് രാഹുൽ ഗാന്ധി, കാരണം എന്താ പറയുന്നത്, എന്തിനു വേണ്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ്. എൻ്റെ മലയാളം, എൻ്റെ മുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ഭാഷയിൽ സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ആലോചന, അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു. അല്ല, ഞാൻ കാണുന്നത് ഒരു സാമാന്യ ബുദ്ധിയോട് ഞാൻ പറയാണ്. 10 കൊല്ലം ഭരിച്ച LDF എങ്ങനെയാണ് 3ാം തവണ ജനങ്ങൾ അവരെ സർക്കാരിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഒന്ന് ആലോചിക്കും. ഈ ഒരു ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ് 10 കൊല്ലം നാടിനെ നശിപ്പിച്ച LDF-ന് ആരെങ്കിലും വോട്ട് കൊടുത്തിട്ട് ഭരിക്കാൻ ഒരു അവസരം കൊടുക്കുമോ ഇനി? അല്ല, 10 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യക്കാർ കൊടുത്തിട്ടില്ലല്ലോ. 2004 മുതൽ 14 ജനങ്ങളെ ആണെന്ന് വിചാരിക്കരുത്. ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് ശരിക്കും കോമൺ സെൻസ് ഉണ്ട്, സാമാന്യ ബുദ്ധിയോട് നിങ്ങൾ അനലൈസിസ്, നിങ്ങൾ പൊളിറ്റിക്കൽ എക്സ്പെർട്ട് ആയിരിക്കും, ഞാനല്ല. പക്ഷെ സാമാന്യ ബുദ്ധിയോട് നോക്കിയാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തും, മറുവശത്ത് BJP NDA 2020 BDJS. ഇത് ജനങ്ങൾ തീരുമാനിക്കും. താങ്ക് യു.